പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ എന്ന ഭാഗമാണ് മനസ്സിലാക്കുകയുണ്ടായത്. കൊലയാളിക്ക് മാപ്പ് നൽകപ്പെടുകയും നഷ്ടപരിഹാരം നിശ്ചയിക്കപ്പെടുകയുമായാൽ മാപ്പ് നൽകിയവൻ മാറൂഫായ നിലക്ക്, മാന്യമായ നിലക്ക് താൻ മാപ്പ് നൽകിയവനോട് അതാവശ്യപ്പെടണം, നേടാൻ ശ്രമിക്കണം. മാപ്പ് ലഭിച്ചവൻ, കൊലക്കുറ്റം ചെയ്തവൻ ഇഹ്സാനോടുകൂടി അത് നൽകി വീട്ടുകയും വേണം. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലതും നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ തുടർച്ചയിൽ ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ എന്ന ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു അസർ ഇമാം ബുഖാരിയും ഇമാം നസായിയും ഒക്കെ നൽകിയത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിൽ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ. ഈ ആയത്തോതി ഇതുമായി ബന്ധപ്പെട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി. ഇസ്രായേല്യരിൽ തൗറാത്തിൽ ഖിസാസ് ഉണ്ടായിരുന്നു, അവർക്ക് ദിയ ഉണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തികളോട്, മുസ്ലിം സമുദായത്തോട് ഖിസാസ് വിധിച്ചതായി അറിയിച്ചു. ആ ഭാഗമാണ് ഈ ആയത്ത് നമ്മൾ പഠിച്ചത്. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ, ഇത് ഓതി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ഫൽ അഫു, അഫു എന്നാൽ അൻ യഖ്ബല ദിയ ഫിൽ അംദ്, ബോധപൂർവമുള്ള കൊലയിൽ ദിയത്ത് സ്വീകരിക്കലാകുന്നു. ദിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നഷ്ടപരിഹാരം, ദായധനം എന്ന്. എന്താണ് മനഃപൂർവ്വമുള്ള കൊല? അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് നമ്മൾ പറഞ്ഞു ഫത്തിബാഉൻ ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു യത്ലുബു ഹാദാ ബിൽ മഅറൂഫ്, മാപ്പ് നൽകിയവൻ നല്ല നിലക്ക് എന്ത് ചെയ്യണം? നഷ്ടപരിഹാര തുക ചോദിക്കണം. വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, മാപ്പ് ലഭിച്ചവൻ, കുറ്റക്കാരൻ, നഷ്ടപരിഹാര തുക അത് ഇഹ്സാനോടുകൂടി കൊടുക്കുകയും വേണം. മാന്യമായിട്ട് ചോദിക്കൽ എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെടുത്താതെ, അഭിമാനത്തിന് ക്ഷതമേൽക്കും വിധം ഇങ്ങനെ കുറ്റപ്പെടുത്താതെയൊക്കെയുള്ള ആവശ്യപ്പെടൽ, നമ്മളതൊക്കെ പറഞ്ഞുപോയി. അദാഉൻ ബി ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് മനസ്സിലാക്കി. നല്ല നിലക്ക് നൽകി വീട്ടൽ, കൊല്ലപ്പെട്ടവൻ്റെ ഉത്തരവാദികളെ പ്രയാസപ്പെടുത്താതെ, അവർക്ക് മുന്നിൽ അമാന്തിക്കാതെ, നാളെ തരാം എന്ന് കെട്ടി നീട്ടാതെ നൽകൽ. അപ്രകാരം തന്നെ നമ്മൾ പറഞ്ഞു അദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ, ഇഹ്സാനോട് കൂടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അത് ബ ഉൽ മുസാഹബ എന്ന് പറയും. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ സുഹൃതം, നന്മകൾ ചെയ്യൽ, അതുൾപ്പെടെ ഈ നഷ്ടപരിഹാര തുക നൽകലാണ് എന്ന് പറഞ്ഞു. എന്താ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ? ഈ വ്യക്തി മാപ്പ് ലഭിക്കപ്പെട്ടവനാണെങ്കിലും ദായധനം നൽകുന്നവനാണെങ്കിലും ഒരാളുടെ പാപക്കറ കയ്യിൽ പുരണ്ടവനാണ്, വലിയ കുറ്റം ചെയ്തവനാണ്. റബ്ബിൻ്റെ കോടതിയിൽ ഈ രക്തത്തിന് കണക്ക് പറയേണ്ടതുണ്ട്. കൊല്ലപ്പെട്ടവൻ കൊല ചെയ്തവനെ പിടിച്ച് റബ്ബിങ്കൽ വരും. എന്നിട്ട് റബ്ബിനോട് പറയും യാ റബ്ബി ഇസ്അൽ ഹാദ, റബ്ബെ ഇവനോട് ചോദിക്ക്, ഇവൻ ലിമ ഖതലനി, എന്തിനാണ് എന്നെ കൊന്നതെന്ന്. കൊലയാളിയെ സംബന്ധിച്ചിടത്തോളം കുറ്റം ഏറെ കടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആ കുറ്റം മായാനും പോകാനും സുഹൃതങ്ങൾ, നന്മകൾ, ഇഹ്സാൻ അനിവാര്യവും അത്യന്താപേക്ഷിതമാണ്. ഇമാം ബുഖാരി അദബുൽ മുഫ്രദിൽ നിവേദനം ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അരികിൽ ഫത്വ ചോദിച്ചു വന്ന ഒരു വ്യക്തിയുടെ ചരിത്രമാണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യൻ
അതാ ഇബ്നു യസാർ അതിന് ദൃക്സാക്ഷിയായി അനുഭവസ്ഥനായിട്ട് അത് ഉദ്ധരിക്കുകയാണ്. ഫത്വ ചോദിക്കാൻ വേണ്ടി വന്ന വ്യക്തി ഇബ്നു അബ്ബാസിനോട് പറയുന്നത്, ഇന്നി ഖതബ്തു ഇംറഅതൻ ഫഅബത് അൻ തൻകിഹനി, ഞാനൊരു പെണ്ണിനെ കല്യാണം അന്വേഷിച്ചു, അവൾ എന്നെ സ്വീകരിക്കാൻ വിസമ്മതിച്ചു. വഖതബഹ ഗൈരി ഫഅഹബ്ബത് അൻ തൻകിഹഹു, മറ്റൊരാൾ കല്യാണം അന്വേഷിച്ചു വന്ന അവളെ, അയാളെ സ്വീകരിക്കാൻ അവൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഫഗീർതു അലൈഹ, ആ പെണ്ണിനോട് ഞാൻ ഈറ പുലർത്തി, ദേഷ്യപ്പെട്ടു. ഫഖത്തൽതു, എന്നിട്ട് അവളെ ഞാൻ കൊന്നുകളഞ്ഞു. കൊലക്കുറ്റം ചെയ്ത ഈ വ്യക്തിക്ക് പിന്നീട് മനസ്താപം ഉണ്ടായി, പശ്ചാത്താപബോധം ഉണ്ടായി. അതിനെ തുടർന്നാണ് അയാൾ ഇബ്നു അബ്ബാസിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നത്, ഫഹല്ലി മിൻ തൗബത്തിൻ, എനിക്ക് തൗബുണ്ടോ, പശ്ചാത്താപത്തിന് അവസരമുണ്ടോ ചോദിക്കുകയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അയാളുടെ ചോദ്യത്തിന് പ്രതികരിച്ചത്, ഉമ്മുക ഹയ്യത്തുൻ, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. അയാൾ പറഞ്ഞില്ല, ഉമ്മ ജീവിച്ചിരിപ്പില്ല, ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു, തുബ് ഇലല്ലാഹ് വതഖറബ് ഇലൈഹി മസ്തതഅത്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യ്, കഴിയുന്നത്ര നന്മകൾ ചെയ്ത് പുണ്യങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്ക്. അതാണ് ഇഹ്സാൻ. അതോടൊപ്പം ദിയ, നഷ്ടപരിഹാരം നൽകണം എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണം. അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് കഴിയുന്നത്ര പുണ്യം ചെയ്ത് അടുക്കുക. ചോദ്യകർത്താവ് ഉത്തരം കിട്ടിപ്പോയി. അതാ ഇബ്നു യസാർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ലിമ സഅൽതഹു അൻ ഹയാത്തി ഉമ്മിഹിൻ. അയാൾ ചോദിച്ച ഉടനെ നിങ്ങൾ പറഞ്ഞല്ലോ ഉമ്മുക ഹയ്യത്തുൻ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചില്ലേ, എന്തിനാണ് ഉമ്മാൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചത്? അപ്പോൾ ഇബ്നു അബ്ബാസ് പറയാണ്, ഇന്നി ലാ അഅലമു അമലൻ അഖ്റബു ഇലല്ലാഹ് മിൻ ബിർറിൽ വാലിദ, അള്ളാഹുവിലേക്ക് അടുക്കാൻ മാതാവിന് പുണ്യം ചെയ്യുക എന്നതിനേക്കാൾ വലിയ ഒരു പ്രവൃത്തി എനിക്കറിയില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ, നിരപരാധിയുടെ രക്തം കയ്യിൽ പുരണ്ട പാപിയാണ്. അയാൾക്ക് കുറേ ഇഹ്സാൻ, നന്മകൾ വേണം, വലിയ നന്മകൾ വേണം. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ഉമ്മാക്ക് പുണ്യം ചെയ്യലാണ് ഏറ്റവും വലിയ നന്മ. ഉമ്മ ഇല്ല എങ്കിൽ പിന്നെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് കഴിയുന്നത്ര നന്മകൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതാണ് പ്രതികരിച്ചത്. ഇവിടെ ഞാനത് കൊണ്ടുവന്നത് വ അദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ, മാപ്പ് ലഭിച്ചവൻ പാപി, കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്ക് ദായധനം, നഷ്ടപരിഹാരത്തുക, നഷ്ടപരിഹാരം അത് നൽകണം. എങ്ങനെ നൽകണം? ബി ഇഹ്സാനിൻ, ഇഹ്സാനോടുകൂടി. എന്താണ് ആ ഇഹ്സാൻ? അത് രണ്ട് നിലയ്ക്ക് വ്യാഖ്യാനിച്ചു. അത് മനസ്സിലാക്കാനാണ് ഈ ചരിത്രം ഞാനിവിടെ കൊണ്ടുവന്നത്. ഇതിൻ്റെ തുടർച്ചയിൽ ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദാലിക് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞ മാപ്പ് നൽകൽ, ദായധനം അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക നിശ്ചയിച്ചിട്ടുള്ള ഈ മാപ്പ് നൽകൽ, കൊല കുറ്റത്തിന് തുല്യശിക്ഷ, അത് തിരിച്ചു കൊല്ലലാണ്, കൊലയാളിയെ കൊല്ലലാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി, തൻ്റെ സഹോദരൻ്റെ രക്തത്തിൽ നിന്ന് ദിയ നിശ്ചയിച്ച് ഇളവ് നൽകപ്പെടുക എന്നുള്ള വിഷയം ഇബ്നു അബ്ബാസ് പറഞ്ഞില്ലേ, അഫ്വ് എന്നുള്ളത് എന്താണ്? അൻ യഖ്ബല ദിയ ഫിൽ അംദ്, ബോധപൂർവമുള്ള കൊലയിൽ ദിയ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിലേക്കാണ് ദാലിക എന്ന് സൂചിപ്പിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്, മഹനീയമായ വിഷയമാണ് ഈ മാപ്പ് നൽകൽ വിഷയം. ദിയ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരാളെ ജീവിക്കാൻ സമ്മതിക്കലാണല്ലോ. കൊലയിൽ നിന്ന്, തല കൊത്തുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തലാണല്ലോ. അത് മഹൽ വിഷയമായതുകൊണ്ടാണ് ഇസ്മുൽ ഇഷാറ ദാലിക എന്നുള്ളത് ബഈദിനുള്ളതാണ്. ഹാദ എന്ന് പ്രയോഗിക്കാതെ ദാലിക പ്രയോഗിച്ചത് ഇതൊരു മഹൽ വിഷയം എന്നുള്ളതിനെ ദ്യോതിപ്പിക്കാനാണ്, ആ ആശയത്തെ ഉൽപ്പാദിപ്പിക്കാനാണ്. ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള തഖ്ഫീഫാകുന്നു. വറഹ്മത്തുൻ, റഹ്മത്തും. ഇവിടെ മിൻ റബ്ബിക്കും എന്നുള്ള പ്രയോഗം മിൻ ഇലാഹിക്കും എന്ന് പറഞ്ഞില്ല, മിൻ അല്ലാ എന്ന് പറഞ്ഞില്ല. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ, രക്ഷാകർത്തൃത്വത്തെ ഉണർത്തിയാണ് അവൻ്റെ തഖ്ഫീഫാണെന്ന് പറയുന്നത്.
റബ്ബ് അൽ ഖാലിഖുൽ മാലിക്കുൽ മുദബ്ബിറുൽ മുതസറിഫാണ്. സൃഷ്ടിച്ച്, സൃഷ്ടിയെ ഉടമപ്പെടുത്തി, സൃഷ്ടിയെ നിയന്ത്രിച്ച്, സൃഷ്ടിയിൽ കൈകാര്യകർത്തൃത്വമുള്ളവൻ, നിങ്ങളുടെ സൃഷ്ടി പരിപാലകൻ, അങ്ങനെയുള്ള അള്ളാഹുവിൽ നിന്നുള്ള തഖ്ഫീഫ് എന്ന് പറയുകയാണ്. എന്താണ് തഖ്ഫീഫ്? തഖ്ഫീഫ് തസ്കീലിൻ്റെ വിപരീത പദമാണ്. ഖഫീഫ് എന്ന് പറഞ്ഞാൽ ലഘുവായത് എന്നാണ്. സഖീൽ എന്ന് പറഞ്ഞാൽ ഭാരിച്ചത്. തഖ്ഫീഫ് എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കൽ. തസ്കീൽ എന്ന് പറഞ്ഞാൽ ഭാരമുള്ളതാക്കൽ. ഇവിടെ ഇളവിനെയും ലഘൂകരണത്തെയുമാണ് തഖ്ഫീഫ് അറിയിക്കുന്നത്. റുഖ്സ, തർഖീസ്, അതേപോലെ തൈസീർ, തസ്ഹീൽ, റഫ്ഉൽ ഹറജ്, തൗസിയ. തഖ്ഫീഫ്, റുഖ്സ അല്ലെങ്കിൽ തർഖീസ്, തൈസീർ, തസ്ഹീൽ, റഫ്ഉൽ ഹറജ്, തൗസിയ, ഇതൊക്കെ ഓരോ സാങ്കേതിക ശബ്ദങ്ങളാണ് ദീനിൽ. അറിയിക്കുന്നത് എന്താ? ഇളവുകൾ, അതേപോലെ ഒഴികഴിവുകൾ, പ്രയാസം പോക്കൽ, എളുപ്പം കനിയൽ, ഇതൊക്കെയാണ്. കൊലക്ക് പകരം കൊലയാണ് വേണ്ടത്. അങ്ങനെയായിരുന്നു നിയമം. പക്ഷേ കൊല ചെയ്തവന് ഇളവ് നൽകിയിട്ട് നഷ്ടപരിഹാരത്തുക വാങ്ങുക എന്നുള്ളത് തഖ്ഫീഫും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ലഘൂകരണവും എളുപ്പവുമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ദീനിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ തഖ്ഫീഫ്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ദഈഫ എന്ന് പറഞ്ഞില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ലഘൂകരണം, ഇളവ് ഉദ്ദേശിക്കുന്നു. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദുർബലമായ പ്രകൃതത്തിലും സൃഷ്ടിപ്പിലുമാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം ഉദ്ദേശിക്കുന്നു, തൈസീർ. അതേപോലെ റഫ്ഉൽ ഹറജ്, തസ്ഹീൽ, തൗസിയ, ഇതൊക്കെ ഇതേ ആശയത്തിൽ ഉള്ള പ്രയോഗങ്ങളാണ്. അത് ദീനിൽ ആരാധനകളിലുണ്ട്. സല്ലി ഖായിമൻ, നിന്ന് നിസ്കരിക്കാൻ കൽപ്പിച്ചു. ഫൈലം തസ്തത്തി, അതിന് സാധിക്കില്ല എങ്കിൽ ഫഖായിദൻ, ഇരുന്ന് നിസ്കരിക്കാൻ പറഞ്ഞ്. ഇളവാണ്, പ്രയാസം പോക്കലാണ്, രോഗിയോടാണ് പറഞ്ഞത്. റഫുൽ ഹറജ്, പ്രയാസം ഞെരുക്കം നീക്കാനാണ്. ഇതേപോലെ ആരാധനകളിൽ മാത്രമല്ല, ഇടപാടുകളിൽ ഞെരുക്കം, അതേപോലെ തന്നെ പ്രയാസം ഉദ്ദേശിക്കുന്നില്ല, ഇളവുകൾ പറഞ്ഞു. ബൈഉസ്സലം പോലുള്ള ഇടപാടുകൾ, അതേപോലെ തന്നെ ബൈഉൽ മുസാബന, അതിൽ കരക്കകൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഏറ്റക്കുറച്ചിൽ ചില വിഷയത്തിൽ സമ്മതിച്ചു. ഇതേപോലെ ശിക്ഷാവിധികൾ ഉണ്ടാവും. ഇളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു, നിയമമാക്കി. അതാണ് തഖ്ഫീഫും മിർ റബ്ബിക്കും, റബ്ബിൽ നിന്നുള്ള തഖ്ഫീഫ്. അതേപോലെ വറഹ്മത്തുൻ, റഹ്മത്തുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം റഹ്മത്ത് കാണിക്കാൻ പറഞ്ഞു, അനുകമ്പയിൽ ആർദ്രതയിൽ വർത്തിക്കാൻ പറഞ്ഞു, വിട്ടുവീഴ്ച മനസ്ഥിതി ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയാറുകളിൽ നിശ്ചയിച്ചു. അർ റഹിമൂൻ ഇർഹമുഹുമുർ റഹ്മാൻ, റഹ്മത്ത് കാണിക്കുന്നവരോടാണ് റഹ്മാനായവൻ റഹ്മത്ത് കാണിക്കുക എന്ന് പറഞ്ഞു. റഹമു മംഫിൽ അർദ് യർഹമുക്കും മംഫി സമ, ഭൂമിയിലുള്ളവരോട് റഹ്മത്ത് കാണിക്കൂ, ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് റഹ്മത്ത് തരും എന്ന് പറഞ്ഞു. മല്ലായ റഹം ലായുർഹം, റഹ്മത്തില്ലാത്തവന് റഹ്മത്ത് ലഭിക്കൂല. വമല്ലായ ഗഫിർ ലായുഗഫർല, പൊറുക്കാത്തവനോട് അള്ളാഹു പൊറുക്കൂല. മല്ലായ തുബ് ലായുതബ് അലൈ, മാപ്പ് തരൂ എന്നാവശ്യപ്പെട്ട് വരുന്നവർ, അവർക്ക് മാപ്പ് നൽകാത്തവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള തൗബയില്ല, പശ്ചാത്താപമില്ല. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ദീനായി. ഒരു ഹദീസിൽ കാണാം, ഖാബ അബ്ദുൻ വ ഖസിർ, ഒരു ദാസൻ അവൻ പരാജിതനായി, നഷ്ടക്കാരനായി. ആരാ ഈ നഷ്ടക്കാരനായ പരാജിതനായ ദാസൻ? ലം യജ്അലില്ലാഹു ഫീ ഖൽബിഹി റഹ്മത്തുൽ ലിൽ ബശർ,
മനുഷ്യരോട് റഹ്മത്ത് ഖൽബിൽ നിശ്ചയിക്കപ്പെടാത്തവൻ, പടപ്പുകളോട് കരുണ ഖൽബിലില്ലാത്തവൻ ഖാബ വഖസിറ എന്നാണ്, പരാജയപ്പെട്ടു, നഷ്ടക്കാരനായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അംർ ഇബ്നു ഹബീബ് അസ്സഖഫിയിൽ നിന്ന് ഇമാം അബൂദാവൂദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാരസ്പര്യത്തിൽ റഹ്മത്തിൽ വർത്തിക്കാൻ ആവശ്യപ്പെട്ടു, അത് നിയമമാക്കി നിശ്ചയിച്ചു. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതആതുഫിഹിം വതറാഹുമിഹിം കമസലിൽ ജസദിൽ വാഹിദ്. പരസ്പര കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ, ആർദ്രതയുടെയും അലിവിൻ്റെയും വിഷയത്തിൽ ഒരു ശരീരം കണക്കെ വർത്തിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ആ വർത്തനത്താലാണ് ഇങ്ങനെയുള്ള മാപ്പും വിട്ടുവീഴ്ചയും ഒക്കെ വരുന്നത്. ഇത് മേലായവൻ്റെ റഹ്മത്താണ്. അതാണ് ഇവിടെ ഉണർത്തുന്നത്, ദാലിക തഖ്ഫീഫു മിർ റബ്ബിക്കും വറഹ്മ എന്നുള്ളത്. ഇതിനോളം മഹനീയമായ ഒരു തഖ്ഫീഫ്, ഇത്ര വിശാലമായ ഒരു റഹ്മത്ത് വേറെ ഏതാ? വ അയ്യു തഖ്ഫീഫിൻ വ റുഖ്സത്തിൻ അഫ്ദലു മിൻ ഹജ്ബിദ്ദം. ചിന്തപ്പെടേണ്ട ഒരു രക്തം ചിന്തപ്പെടാത്ത കാത്തു സൂക്ഷിക്കുക എന്നതിനേക്കാൾ ശ്രേഷ്ഠമായ തഖ്ഫീഫ്, ലഘൂകരണം, ഇളവ്, അതേപോലെ റുഖ്സ, ഇളവ്, അത് ഏതാണ് എന്നാണ് ചില പണ്ഡിതന്മാർ ചോദിച്ചത്. അതെങ്ങനെ? ബി തജ്വീസിൽ അഫ്, മാപ്പ് അനുവദിച്ചുകൊണ്ട്, വല്ലിക്തിഫായി അൻഹു ബി ഖദരി മഅലൂമി മിനൽ മാൽ, ഒരു നിർണിത സ്വത്ത് അതിന് പകരം തൃപ്തിപ്പെട്ടുകൊണ്ട്, മതിയാക്കിക്കൊണ്ട്, ഒരു നിർണിത സ്വത്ത്, അതേപോലെ മാപ്പും. ഇതിലൂടെ ഒരു മനുഷ്യൻ്റെ രക്തം സംരക്ഷിക്കപ്പെടുകയാണ്. ഈ ഒരു ഇളവ്, ഈ ഒരു ലഘൂകരണം, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ലഘൂകരണവും ഇളവും എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിവിടെ നമ്മൾ പ്രധാനമായും വായിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു ഇളവ്, ഈ ഒരു റഹ്മത്ത്. ഒരു വ്യക്തി തൻ്റെ ജീവൻ തിരിച്ചു പിടിക്കുകയാണ്, ചിന്തപ്പെടേണ്ട രക്തം സംരക്ഷിക്കുകയാണ്, തനിക്ക് ലഭിച്ച മാപ്പിലൂടെ, താൻ നൽകേണ്ട ഒരു നിർണിത സ്വത്തിലൂടെ. ആ സ്വത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിഅത്തും മിനൽ ഇബിൽ, 100 ഒട്ടകം, മിൻഹ അർബഊൻ ഫി ബുതൂനിഹ ഔലാദുഹ, അതിൽ 40 ഗർഭിണികളായ ഒട്ടകങ്ങളായിരിക്കണം. ഇതാണ് നിർണിതമായ ആ സ്വത്ത്. 40 ഗർഭിണികളായ ഒട്ടകങ്ങൾ ഉൾപ്പെടെ 100 ഒട്ടകങ്ങൾ. അല്ലെങ്കിൽ ഇതിൻ്റെ തുക, നമ്മൾ കഴിഞ്ഞ ആഴ്ച ദിയയെക്കുറിച്ച് പറഞ്ഞിരുന്നു, നഷ്ടപരിഹാര തുക, അതെന്ത് എന്ന്. ഇതിൻ്റെ തുകയായാലും മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 100 ഒട്ടകങ്ങളുടെ തുക അത് 800 ദീനാറായിരുന്നു. 800 ദീനാർ, 8000 ദിർഹം, ഇതായിരുന്നു അതിൻ്റെ തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ അതുവരേക്കും ഇതായിരുന്നു 100 ഒട്ടകങ്ങളുടെ വില. അതേപോലെ ദിയയുടെ നഷ്ടപരിഹാര തുക ഇത്രയായിരുന്നു. പക്ഷെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലമായപ്പോഴത്തേക്ക് ഒട്ടകങ്ങൾക്ക് വില കൂടി. അപ്പോൾ ഉമർ റളിയല്ലാഹു ആളുകളോട് പ്രഖ്യാപിച്ചു, ഇന്നൽ ഇബ്ല ഖദ് ഖലത്, ഒട്ടകങ്ങൾക്ക് വില കൂടി. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആല 100 ഒട്ടകങ്ങളെ മൂല്യനിർണ്ണയം നടത്തി. അങ്ങനെ ഉമർ റളിയല്ലാഹു തആലയുടെ കാലത്ത് അദ്ദേഹം മൂല്യനിർണ്ണയം നടത്തിയിട്ട് പറഞ്ഞത് 100 ഒട്ടകങ്ങൾക്ക് 1000 ദീനാർ. 1000 ദീനാർ വെള്ളിയാണ് എങ്കിൽ, വെള്ളി നാണയമാണ് എങ്കിൽ, ദിർഹമാണ് എങ്കിൽ 12000 ദിർഹം. ഇനി കാലിസമ്പത്തുള്ളവരിൽ ഒട്ടകങ്ങളാണ് എങ്കിൽ ഇവിടെ ഉണ്ട്, 100 ഒട്ടകം കൊടുത്താൽ മതി. ഇനി മാടുകളാണ് എങ്കിൽ ഉമർ റളിയല്ലാഹു പറഞ്ഞത്, മാടുകളാണ് എങ്കിൽ 200 മാടുകളെ നൽകാനാണ്. 200 മാടുകൾ, ബക്കറ. ആടുകളാണ് എങ്കിൽ 2000 ആടുകളെ നൽകാൻ പറഞ്ഞു. ഇനി വസ്ത്രവ്യാപാരികളും അതിൻ്റെ ഉടമകളുമാണ് എങ്കിൽ അവരോട് 200 ഹുല്ല നൽകാൻ പറഞ്ഞു. 200 ഹുല്ല. 200 ഹുല്ല എന്ന് പറഞ്ഞെങ്കിൽ ഒരു പൂർണ്ണ ജോഡി ഡ്രസ്സ്, അതാണ് ഹുല്ല. 200 ഹുല്ല നൽകാൻ പറഞ്ഞു. ഇതാണ് 100 ഒട്ടകങ്ങളുടെ ഖീമത്ത്,
ഉമർ റളിയല്ലാഹു തആല അൻഹു അതിനെ പുതുക്കി നിശ്ചയിച്ചത്. അതാത് കാലങ്ങളിൽ ഭരണാധികാരികൾക്ക് നമ്മൾ പറഞ്ഞു ഇസ്ലാമിക രാഷ്ട്രം നിലവിലുണ്ടാവുകയും ശിക്ഷാകോടതിയും നീതിപീഠവും വിധിക്കുകയും ചെയ്യുന്ന കാലത്താണ് ഈ ശിക്ഷാവിധികൾ നടപ്പിലാക്കേണ്ടത്. ഭരണാധികാരി നേതൃത്വം നൽകിയാണ് വിധിക്കേണ്ടതും ശിക്ഷ നടപ്പിലാക്കേണ്ടതും. ഇസ്ലാമിക രാഷ്ട്രമില്ലാത്തയിടത്ത്, ശിക്ഷാകോടതി ഇല്ലാത്തയിടത്ത് ഇത്തരം ശിക്ഷകൾ നടപ്പിലാക്കുക എന്നുള്ളത് പാടുള്ളതല്ല, അനുവദനീയവുമല്ല. ഭരണാധികാരിയാണ് ഇതൊക്കെ മൂല്യനിർണ്ണയം നടത്തേണ്ടതും നിശ്ചയിക്കേണ്ടതും വിധിക്കേണ്ടതും. അതിതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഞാനിതിവിടെ ഉദ്ധരിച്ചത് എത്ര മഹനീയമായ ശ്രേഷ്ഠമായ ഒരു തഖ്ഫീഫ്, ഇളവാണ്. അതേപോലെ വിശാലമായ ഒരു റഹ്മത്താണ് ഇവിടെ നമ്മൾ ദർശിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ചിന്തപ്പെടേണ്ട രക്തം അതൊരു നിർണിത സ്വത്ത് നിശ്ചയിച്ച് മാപ്പ് നൽകപ്പെടുന്നതിലൂടെ സംരക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് അതൊരു മഹനീയ തഖ്ഫീഫ്, ഇളവായി വലിയ റഹ്മത്തായി പരാമൃഷ്ടമായത്. ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മത്തുൻ. മാത്രവുമല്ല, ഖിസാസ് വിധിക്കപ്പെട്ട കേസുകളിൽ മാപ്പ് നൽകാൻ പ്രേരിപ്പിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, ഇതാണ് ദീനുൽ ഇസ്ലാം. കഴിയുന്നിടത്തോളം ഈ കൊത്തൽ ശിക്ഷകൾ, അത് തലകൊത്തുന്ന വിഷയമാകട്ടെ, അവയവങ്ങൾ കൊത്തുന്ന വിഷയമാകട്ടെ, ഖിസാസ് അത് കൊത്തൽ മാത്രമല്ല മറ്റു പ്രതിക്രിയകളൊക്കെ വരുമല്ലോ, അതിലൊക്കെയും അഫുവിന് ആവശ്യപ്പെടുക ശിക്ഷ കുറ്റത്തിന് ഇരയായവരോട്. ഇതാണ് ദീൻ. എന്നിട്ട് ആ അഫു വാങ്ങിക്കുക, ദിയ നൽകുക. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നൊരു ഹദീസുണ്ട്, മാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റുഫിഅ ഇലൈഹി ഷൈഉൻ ഫീഹി ഖിസാസ് ഇല്ലാ അമറ ഫീഹി ബിൽ അഫു. അനസ് റളിയല്ലാഹു തആല അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു നിഴലെന്ന പോലെ എപ്പോഴും വർത്തിച്ച വ്യക്തി. അദ്ദേഹം പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടിട്ടേ ഇല്ല, തിരുനബിയിലേക്ക് ഒരു ഖിസാസ് കേസ് ഉയർത്തപ്പെട്ടാൽ, ഒരു പ്രതിക്രിയയുടെ തുല്യശിക്ഷയുടെ ഒരു കേസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടാൽ, ഇല്ല അമറ ഫീഹി ബിൽ അഫു, റസൂൽ അഫുവിന് വേണ്ടി കൽപ്പിക്കുമായിരുന്നു എന്നാണ്. അങ്ങനെയേ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുള്ളൂ എന്നാണ്. അഫു നൽകുന്നതിൻ്റെ ഒരു ആവശ്യപ്പെടുന്നതിൻ്റെ ഒരു മഹത്വമാണത്. ഫുഖഹാക്കൾ പറയാണ്, മാപ്പ് കിട്ടുവോളം ദിയ എത്ര ഏറ്റിക്കൊടുക്കണോ അത്രയും തസായുദ് ഏറ്റി പറയുക, ഏറ്റി നൽകുക വേണമെന്നാണ്. ഭരണാധികാരി പ്രത്യേകിച്ച് കുറ്റത്തിന് വിധേയനായവൻ്റെ ബന്ധുക്കൾ തൃപ്തിപ്പെടുവോളം ദിയയെ ഏറ്റി പറയുക, എന്നിട്ട് മാപ്പ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അതാണ് ദീൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അബൂജഹം ഇബ്നു ഹുദൈഫയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ലൈസ് ഗോത്രത്തിലേക്ക് സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് വിട്ടു, സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥനായിട്ട് വിട്ടു. അങ്ങനെ അബൂജഹം ഇബ്നു ഹുദൈഫ ബനു ലൈസിൽ ചെന്നപ്പോൾ സക്കാത്ത് എടുക്കുകയല്ലേ, സ്വീകരിക്കുകയല്ലേ, അവിടുത്തെ ധനികന്മാരിൽ നിന്ന് സക്കാത്ത് സ്വീകരിച്ചിട്ട് അവിടുത്തെ ദരിദ്രരിൽ അത് വീതിക്കലാണല്ലോ. അപ്പോൾ അതിനാണ് അബൂജഹം പോയത്. അപ്പോൾ ഒരു വ്യക്തി സദക്കയുടെ വിഷയത്തിൽ അബൂ ഹുദൈഫയോട് തർക്കിച്ചു, ഭയങ്കര തർക്കം. ആ പ്രയോഗം തന്നെ ഫലാജഹു എന്നാണ്, ഭയങ്കര വാശിയിലുള്ള തർക്കമാണ്, ലിജാജ്. അപ്പോൾ അബൂ ജഹം ഇബ്നു ഹുദൈഫ അയാളെ അടിച്ചു, അത് അയാളുടെ മുഖത്ത് അല്ലെങ്കിൽ തലയിൽ പരിക്കേൽപ്പിച്ചു. ഫഷജ്ജഹു എന്നാണ്, ഷജ്ജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിലേൽക്കുന്ന പരിക്കിനാണ് പറയുക. അബൂ ജഹം അയാളെ അടിച്ചതോടുകൂടി ഈ ബനു ലൈസ് ഗോത്രം, ലൈസികൾ ഒന്നായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു, മദീനയിലേക്ക്. എന്നിട്ട് അവർ പറഞ്ഞത് അൽ ഖവദു യാ റസൂൽ അല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ, ഖവദ് ഖിസാസ്. ഖിസാസ് എന്നതിൻ്റെ മറ്റൊരു പദമാണ് അൽ ഖവദ്. ഖിസാസ് എന്നും പറയും, അൽ ഖവദ് എന്നും പറയും. അവർ പറഞ്ഞത് അൽ ഖവദു യാ റസൂൽ അല്ലാഹ്, റസൂലേ ഞങ്ങൾക്ക് പ്രതികരിക്കണം, പ്രതിക്രിയ നടത്തണം, തുല്യമായ ശിക്ഷ കൊടുക്കണം. അൽ ഖവദു യാ റസൂൽ അല്ലാഹ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലൈസികളോട് ലക്കും കെത വ കെത, നിങ്ങൾക്ക് ഞാൻ ഇത്ര ദിയ തരാം, നഷ്ടപരിഹാര തുക തരാം. അവർ തൃപ്തിപ്പെട്ടില്ല. അപ്പോൾ വീണ്ടും റസൂൽ ലക്കും കെത വ കെത, ഞാൻ ഇത്ര കൂട്ടിത്തരാം നഷ്ടപരിഹാര തുക. അപ്പോൾ അവർ അതിൽ അഗ്രിയായി തൃപ്തിപ്പെട്ടു, കുറേ കൂട്ടിക്കൊടുത്തപ്പോൾ. അപ്പോൾ റസൂൽ അവരോട് പറഞ്ഞു, ഇന്നി ഖാതിബുൻ അലന്നാസ് വ മുഖ്ബിറുഹും ബിരിദാക്കും, എന്നാൽ ഞാൻ ആളുകളെ വിളിച്ചിട്ട് ഞാൻ ഈ വിഷയം പ്രസംഗിക്കുകയാണ്, നിങ്ങൾ തൃപ്തിപ്പെട്ടു എന്ന് ഞാൻ ആളുകളോട് പറയുകയാണ്.
അപ്പോൾ ഇങ്ങനെ ഓക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ വിളിച്ചിട്ട് ഈ വിഷയം പറയാണ്. അബൂജഹം ഇങ്ങനെ അടിച്ചതും ലൈസികൾ പ്രതിക്രിയക്ക് വന്നതും അവരിത്ര ദിയ നഷ്ടപരിഹാര തുക തരാമെന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുകയും ചെയ്തു. ഈ കാര്യം റസൂലുള്ള ആളുകളോട് പറയാണ്. അപ്പോൾ ആളുകളോട് ഇത് റസൂലുള്ള വിളിച്ചുകൂട്ടി പറയുമ്പോൾ വീണ്ടും ലൈസികളെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന ഹൗലൈ ലൈസിയീൻ അതൗനി യുരീദു നൽഖവത് ഫഅറദ്തു അലൈഹിം കദാ വകദാ ഫറദു അറദീതു. ലൈസികൾ അബൂജഹമിനോട് പ്രതിക്രിയ ചെയ്യാൻ, ഖിസാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുക്കലേക്ക് വന്നു. പക്ഷേ ഞാൻ അവരുടെ മുമ്പിൽ ഇത്ര ദിയ നഷ്ടപരിഹാര തുക തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വീണ്ടും റസൂലുള്ള അവരോട് ചോദിച്ചു, അറദീതു, നിങ്ങൾ തൃപ്തിപ്പെട്ടിട്ടില്ലേ? ലൈസികളോട് ചോദിച്ചു. അപ്പോൾ അവർ ഈ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടില്ല, ഞങ്ങൾ തൃപ്തിപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മുഹാജിറുകൾ ഈ ലൈസികളെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട കൈകാര്യം ചെയ്യേണ്ട. അതുകൊണ്ട് മുഹാജിറുകൾ അടങ്ങി. വീണ്ടും റസൂലുള്ള ലൈസികളെ വിളിച്ചിട്ട് പറഞ്ഞു, ലക്കും കഥ വക്കഥ, ഞാൻ ഇത്ര കൂടി നിങ്ങൾക്ക് കൂട്ടിത്തരാം. ഫസാദഹു എന്നാണ് പറഞ്ഞതിനേക്കാൾ വീണ്ടും ദിയ, ദായധനം അല്ലെങ്കിൽ നഷ്ടപരിഹാര തുക അത് ഏറ്റിക്കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ആ റദീത്തും തൃപ്തിപ്പെട്ടോ? അപ്പോൾ അവർ പറഞ്ഞു ഞാൻ. അപ്പോൾ വീണ്ടും എന്നിട്ട് അവരോട് റസൂലുള്ള പറഞ്ഞ്, ഈ വിഷയം ഞാൻ ആളുകളോട് പറയാൻ പോവുകയാണ്, നിങ്ങളൊക്കെ അല്ലേ, നിങ്ങളുടെ തൃപ്തി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു അതെ. അങ്ങനെ ആളുകളെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ജനസമക്ഷം വീണ്ടും ലൈസികളോട് ചോദിച്ചു, അറദീത്തും? അപ്പോൾ അവർ നാം അതെ എന്ന് പറയണ്ടായി. ഇതൊരു വലിയ മഹാസംഭവമാണ്. എന്തിനാണ് ഞാനിത് ഉദ്ധരിച്ചത്? ഞാനിത് ഉദ്ധരിച്ചത് ഈ അഫുവിന് വേണ്ടി, അതും ദിയധനം നഷ്ടപരിഹാര തുക നൽകിയുള്ള അഫു. കാരണം ഈ കുറ്റത്തിന് ഇരയായവർ അവരും ദ്രോഹിക്കപ്പെട്ടുകൂടാ, അവരോടും അന്യായമായിക്കൂടാ. അതുകൊണ്ട് തന്നെ അവർ മാപ്പ് തരുമ്പോൾ അവർക്കതിന് നഷ്ടപരിഹാരം നൽകുക എന്നുള്ളത് അതുണ്ട്. പക്ഷെ മാപ്പ് ലഭിക്കാൻ ഈ നഷ്ടപരിഹാര തുക ഒരു ഭരണാധികാരി മാപ്പ് കിട്ടുവോളം തരുവോളം ഏറ്റി നൽകുക, പറയുക എന്നുള്ളത്, അതാണ് ഇത് പഠിപ്പിക്കുന്നത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണയാണ് ഇവർക്ക് ഏറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാണ്, എത്ര ഏറ്റി കൊടുത്താലാണോ മാപ്പ് കിട്ടുക അത്രയും ഏറ്റി കൊടുക്കാൻ ഭരണകൂടം ശ്രമിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ സംഭവം. ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഏറ്റി കൊടുക്കാൻ, അഫുവിന് പ്രേരിപ്പിക്കാൻ മാത്രമുള്ള അവകാശമേ ഉള്ളൂ, നിർബന്ധിക്കാൻ പാടുള്ളതല്ല. വമൻ ഖുത്തില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന. മർദ്ദിതനായ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്കാണ് അധികാരം. ആ വിഷയം നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ് വിശദമായിട്ട്. ഒരിക്കലും നിർബന്ധിക്കാൻ പാടുള്ളതല്ല. രണ്ടാലൊരു കാര്യം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അഫുവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ആവശ്യപ്പെടാം, പ്രോത്സാഹിപ്പിക്കാം, ഏറ്റി പറയാം. അതൊക്കെ ഭരണകൂടത്തിനുണ്ട്. മക്ക ഫതഹായ നാളിൽ ഒരു വ്യക്തിയെ കൊല്ലുകയുണ്ടായി. ഖുസാ ഗോത്രമാണ് കൊന്നത്. ബനു ലൈസിൽപ്പെട്ട വ്യക്തിയാണ് കൊന്നത്. കാരണം ബനു ലൈസിൽപ്പെട്ട ഒരു വ്യക്തി ജാഹിലിയ കാലത്ത് ഖുസാ ഗോത്രത്തിലെ ഒരു വ്യക്തിയെ കൊന്നിരുന്നു. അതിന് പകരം ഖുസാ ഗോത്രം പകരം തീർത്താണ് മക്ക ഫത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആ വിഷയം എത്തി. മക്ക പവിത്രാണ്, മക്കയിൽ പ്രതിക്രിയ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ വാചാലമായി മക്കയുടെ പവിത്രതയെ ഘോഷിപ്പിച്ചു. അവിടെ ഉള്ള പുല്ലുകൾ പോലും പറിക്കപ്പെടാവതല്ല, മുള്ളുകൾ പൊട്ടിക്കാവതല്ല, മരങ്ങൾ മുറിക്കാവതല്ല, വേട്ടമൃഗങ്ങളെ കൊല്ലാവതല്ല, ആട്ടിപ്പായിക്കാവതല്ല തുടങ്ങിയ വിഷയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു അനുബന്ധം അതാണ്, വമൻ ഖുതില ലഹു ഖതീലുൻ ഫഹുവ ബിഖൈരിൻ നബ്റൈൻ. ഒരാൾക്ക് അയാളുടെ ബന്ധു കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് രണ്ടാലൊരു വീക്ഷണം അതിൽ ഉത്തമമായത് സ്വീകരിക്കാം. ഇമ്മ അൻ യഅഫു വ ഇമ്മ അൻ യഖ്തുൽ. ഒന്നുകിൽ മാപ്പ് നൽകാം അല്ലെങ്കിൽ കൊല്ലാം. അഫു ഇമ്മ അൻ യഅഫു വ ഇമ്മ അൻ യഖ്തുൽ. ഒന്നുകിൽ മാപ്പ് നൽകാം അല്ലെങ്കിൽ ഖിസാസായിട്ട് വധിക്കാം. വേറെ നിവേദനത്തിൽ ഇമ്മ അൻ യുഅത വ ഇമ്മ അൻ യുഖാദ് എന്നാണ്, യുഅത എന്നാണ് പ്രയോഗം. ഈ സംഭവത്തിൽ ഹദീസിൻ്റെ പ്രയോഗങ്ങൾ ഇങ്ങനെയാണ്, ഇമ്മ യാഫു വ ഇമ്മ യഖ്തുൽ. ഒന്നുകിൽ മാപ്പ് നൽകാം കൊല്ലപ്പെട്ടവൻ്റെ ആളുകൾക്ക്, അല്ലെങ്കിൽ പ്രതിക്രിയയായിട്ട് കൊല്ലാം. വ ഇമ്മ യുഅത
ഒന്നുകിൽ ദിയ നൽകപ്പെടാം, നഷ്ടപരിഹാര തുക നൽകപ്പെടാം. വ ഇമ്മ ഇ യുഖാദ്, അല്ലെങ്കിൽ ഖവദ് എന്ന് പറഞ്ഞെങ്കിൽ ഖിസാസ് നടപ്പിലാക്കപ്പെടാം. ചില നിവേദനങ്ങളിൽ വ ഇമ്മ ഇ യുഫ്ദ, ഒന്നുകിൽ ഫിദിയ നൽകപ്പെടാം. ഫിദിയ എന്ന് പറഞ്ഞാൽ ഇതാണ് നഷ്ടപരിഹാര തുക, ദിയധനം നൽകപ്പെടാം. വ ഇമ്മ ഇ യുഖ്തൽ, അല്ലെങ്കിൽ കൊല്ലപ്പെടാം. ഞാൻ ഈ നിവേദനങ്ങൾ ഇവിടെ എഴുതിയത് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൂന്നിടത്തും ഇവിടെ മുന്തിപ്പിച്ചത് ആരെയാണ്? അഫുവിൻ്റെ വിഷയത്തെയാണ്. അഫു എന്നിട്ട് നഷ്ടപരിഹാരം നൽകൽ, അതിനെ മുന്തിപ്പിച്ചത്. ഖിസാസിനെ പിന്തിപ്പിക്കുകയാണ് ചെയ്തത്. അഫു നൽകി ഫിദിയ സ്വീകരിക്കുക അല്ലെങ്കിൽ ദിയ സ്വീകരിക്കുക എന്നുള്ളത് ദീൻ പ്രോത്സാഹിപ്പിച്ച വിഷയമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ എന്ന് പറഞ്ഞതിൽ ഇത് വല്ലാത്തൊരു തഖ്ഫീഫ്, വല്ലാത്തൊരു റഹ്മത്ത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, വായിക്കേണ്ടതുണ്ട്. അതിനാലാണ് ഞാൻ ഈ ചരിത്രങ്ങളും ഈ വിഷയങ്ങളും ഇവിടെ ഇങ്ങനെ ഉദ്ധരിച്ചത്. ആയത്തിൻ്റെ അവസാന ഭാഗം ഫമൻ ഇഅ്തദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.